നിങ്ങൾക്ക് നമസ്കാരം. ഞാൻ എൻ്റെ അടുത്ത വീഡിയോ ആരംഭിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിലെ അവസാന ഭാഗമായ ഇൻ്റർജെക്ഷനെ കുറിച്ചാണ്. ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് ഗീവ്സ് അസ് എ സഡൻ ഫീലിംഗ് ഓർ ഫീലിംഗ് ഓർ ഇമോഷൻ. എ സഡൻ ഫീലിംഗ് ഓർ ഇമോഷൻ, അങ്ങനെ പെട്ടെന്നൊരു വികാരം ഉണ്ടാക്കിത്തരുന്ന ചില വാക്കുകളാണ് ഈ ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. ഇവ സാധാരണ ആശ്ചര്യവാചകങ്ങളായിട്ടാണ് ആരംഭിക്കാറ്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹോ, OH, ഹുറേ, HURAH, അലാസ്, ഇതൊക്കെ വാക്കുകളൊക്കെ ഇൻ്റർജെക്ഷൻ ആയിട്ടുള്ള വാക്കുകളാണ്. ഇത് എക്സ്ക്ലമേഷനെ കാണിക്കുന്നു, ആശ്ചര്യവാചകമാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഇതാ, ഓ അലാസ്, ഹുറേ, ഓ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, അലാസ് ഇറ്റ് ഈസ് എക്സലൻറ്റ്, ഹുറേ ഫൗണ്ട് ഔട്ട്, ഐ ഫൗണ്ട് ഔട്ട് എന്നർത്ഥം. കണ്ടെത്തി എന്ന് പറഞ്ഞ് നമ്മൾ ഒച്ച വയ്ക്കില്ലേ? അപ്പോൾ ഇതെല്ലാം സഡൻ ഫീലിംഗ് ഓർ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്ന പദങ്ങളാണ്. അപ്പോൾ ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ മാത്രമേ കാര്യമായിട്ട് പറയാനുള്ളൂ. പാർട്സ് ഓഫ് സ്പീച്ച് അങ്ങനെ ഇൻ്റർജെക്ഷനോട് കൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ. ഇതായത് ഈ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഈ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് വാക്കുകളുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിഞ്ഞു. ഈ വാക്കുകളാണ് നമ്മൾ പറയുന്ന ഒരു കറിയിലെ കഷ്ണങ്ങളാണിവ. ഈ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വല്ല ഇംഗ്ലീഷിലെ ഉപന്യാസമോ പ്രസംഗമോ മറ്റോ ഉണ്ടാക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഈ പദങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള കളികളാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വാക്കുകളെ നമ്മൾ വാചകങ്ങളിലേക്ക് കൊണ്ടുവരും. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഈ നാമങ്ങളെയും അഡ്ജക്റ്റീവിനെയും അഡ്വർബിനെയും ഒക്കെ നമ്മൾ വാചകങ്ങളിലേക്ക് കൊണ്ടുവരും. ഈ വാചകങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടെൻസിനെ കുറിച്ച് പറയുകയാണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങളോട് ടെൻസാണ്. ടെൻസ് എന്ന് പറഞ്ഞാൽ കാലങ്ങൾ. സാധാരണ 3 ടെൻസ്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ടെൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാചകം എഴുതാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ ലളിതമായതോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാചകങ്ങൾ എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ ടെൻസ് അറിയണമെങ്കിൽ ആ വാചകത്തിലെ വെർബാണ് ടെൻസിനെ നിർണ്ണയിക്കുന്നത്. ഒരു വാചകത്തിലെ വെർബാണ് ടെൻസിനെ നിർണ്ണയിക്കുന്നത്. അതായത് വാചകത്തിലെ പ്രെഡിക്കേറ്റ് പാർട്ട് നോക്കിയാൽ ടെൻസ് ഏതാന്ന് പറയാൻ കഴിവുള്ളവനാണെങ്കിൽ അവൻ ഇംഗ്ലീഷ് അറിയാം, അവൻ ഇംഗ്ലീഷ് എഴുതാം. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ടെൻസ് പ്രസന്റ് ടെൻസിനെ 4 തരംതിരിച്ചിട്ടുണ്ട്. പ്രസന്റ് ടെൻസിനെ 4 തരംതിരിച്ചിരിക്കുന്നു. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ 4. ഇതുപോലെ തന്നെ ഇൻ ദ സെയിം വേ past tense can also be classified into 4. They are simple past, past continuous, past perfect, past perfect continuous. അതുപോലെ തന്നെ ഫ്യൂച്ചറിനെയും സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ലൈക്ക് ദിസ് 12 ടെൻസുകളാണുള്ളത്. ഈ 12 ടെൻസ് നമ്മൾ സാധാരണ എഴുതാറ് ആക്റ്റീവ് വോയിസിലാണ്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ കർത്തരി പ്രയോഗം. കർത്തരി പ്രയോഗം മീൻസ് where we give importance to subject in the sentence, they are called active voice. സബ്ജക്റ്റ് പ്രാധാന്യം കൊടുത്ത് എഴുതുന്ന വാചകങ്ങളെ നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയും. അതിനാണ് കർത്തരി പ്രയോഗം എന്ന് പറയുന്നത്. നമ്മൾ ഒബ്ജക്റ്റും പ്രാധാന്യം കൊടുത്ത് എഴുതുന്ന അവസരങ്ങളുമുണ്ട്. അതിനെയാണ് നമ്മൾ പാസീവ് ഫോം എന്ന് പറയുക. ഒബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്ന വാചകങ്ങളുണ്ട്. അതിന് നമ്മൾ പാസീവ് ഫോം എന്ന് പറയും. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താ? ഒരു വാചകത്തിലെ ടെൻസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രെഡിക്കേറ്റ് പാർട്ടിലേക്ക് പോകണം. അപ്പോൾ പ്രെഡിക്കേറ്റ് പാർട്ട് ഇമ്മീഡിയറ്റ്ലി ഫോളോസ് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് പാർട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രെഡിക്കേറ്റ് പാർട്ടായി. ഇപ്പോൾ സബ്ജക്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പാർട്ട് ചിലപ്പോൾ വലുതാവാം, പ്രെഡിക്കേറ്റ് പാർട്ട് വളരെ ചെറുതാവാം. ഇതൊക്കെ നമ്മൾ വാചകത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 ടെൻസിലെ പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിൽ ആദ്യം സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യുന്ന കാര്യത്തിനെ കാണിക്കുന്നു. ഇതിൽ
ബേസ് ഫോം ആണ് ഉപയോഗിക്കാറ്. ഒരു വെർബിൻ്റെ അടിസ്ഥാന രൂപം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എസ് രൂപം. ഒരു വാചകത്തിലെ ആ പ്രെഡിക്കേറ്റ് പാർട്ടിലെ വെർബ് അടിസ്ഥാന രൂപമോ എസ് രൂപമോ ആണെങ്കിൽ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. എക്സാമ്പിൾ ഞാൻ അടുത്ത ക്ലാസ്സിലോ പറ്റുമെങ്കിൽ ഇന്ന് തന്നെയോ തരാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ആ പ്രെഡിക്കേറ്റ് പാർട്ടിലെ ഈസ്, ഏമ, ആർ എന്ന് പറഞ്ഞാൽ ബി രൂപങ്ങൾ ഈസ്, ഏമ, ആർ പ്ലസ് ING കണ്ടാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചെയ്യുന്ന കാര്യമാണ്. നൗ ഐ ആം ഗിവിങ് ലെക്ചേഴ്സ്, ഞാനിപ്പോൾ ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗിവിങ് ക്ലാസ്സസ്, ഐ ആം ഗിവിങ് ക്ലാസ്സസ്, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നൗ ഐ ആം സ്ലീപ്പിംഗ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കാണിക്കാൻ പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എങ്ങനെ തിരിച്ചറിയും? പ്രെഡിക്കേറ്റ് പാർട്ടിലെ ഈസ്, ഏമ, ആർ പ്ലസ് ING കണ്ടാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് വൺ പ്രസൻറ്റ് പെർഫെക്റ്റ്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ പ്രെഡിക്കേറ്റ് പാർട്ടിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 കാണും. ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രത്യേകത എന്താ വെച്ചാൽ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിന് ഇഫക്റ്റ് ഇപ്പോഴും നമ്മൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഉദാഹരണമായിട്ട് ഐ ഹാവ് സീൻ ദ സിനിമ, ഐ ഹാവ് റെഡ് ദ ബുക്ക്, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഒരു പുസ്തകത്തിൻ്റെ പേര് കേട്ടപ്പോൾ നമ്മൾ പറയാം ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, അതിൻ്റെ കഥ ഇപ്പോഴും മനസ്സിലിങ്ങനെ തികട്ടി വരുന്നു. അങ്ങനെ ആ ഇഫക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. അതേസമയം ദ വർക്ക് ഈസ് ഓൾറെഡി ഡൺ. അങ്ങനെ വരുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെ തിരിച്ചറിയാം? പ്രെഡിക്കേറ്റ് പാർട്ടിലെ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 കാണാം. അടുത്തതായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ പ്രെഡിക്കേറ്റ് പാർട്ട് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ, BEEN പ്ലസ് ING കണ്ടാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുക വെച്ചാൽ ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ എങ്ങനെ തിരിച്ചറിയാം? ഹാസ് പ്രെഡിക്കേറ്റ് പാർട്ടിലെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING കാണും. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഒരു ജോലി ദീർഘകാലമായി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെയാണ് പറയുക. ഉദാഹരണമായിട്ട് ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദ സ്കൂൾ ഫോർ ദ ലാസ്റ്റ് 30 years. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ ഫോർ ദ ലാസ്റ്റ് 3 hours. അപ്പോൾ ഫോറും സിൻസും വെച്ചിട്ട് എഴുതാത്. സിൻസ് ഷോസ് എ പോയിന്റ് ഓഫ് ടൈം ആൻഡ് ഫോർ ഷോസ് എ പീരീഡ് ഓഫ് ടൈം. അങ്ങനെ അത് പിന്നീട് എഴുതാം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ പ്രസൻറ്റ് ടെൻസിനെ 4 തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസൻറ്റ്, അടിസ്ഥാന രൂപമോ എസ് രൂപമോ കാണാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഈസ് ഓർ ഏം ഓർ ആർ പ്ലസ് ING കാണാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്തിനാണ് ഉപയോഗിക്കുക? ഇപ്പോൾ ചെയ്യുന്ന കാര്യം. സിമ്പിൾ പ്രസൻറ്റോ പതിവായി ചെയ്യുന്ന കാര്യം. ഇപ്പോൾ സാധാരണ ഐ ഗോ ടു ടെമ്പിൾ എവരി സൺഡേ, ഐ ഗോ ടു ടെമ്പിൾ ഓൺ എവരി സൺഡേ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, പതിവായി നടക്കുന്ന കാര്യങ്ങളല്ലേ അതന്നെ. അപ്പോൾ ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് പതിവായി ചെയ്യുന്ന കാര്യം എന്ന് നമ്മൾ പറയാം. ഹാബിച്വൽ ആക്ഷൻ എന്നൊക്കെ പറയാം നമ്മൾ. പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇപ്പോൾ ചെയ്യുന്ന കാര്യം. പ്രസൻറ്റ് പെർഫെക്റ്റ് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു, എന്നാൽ അതിൻ്റെ ഫലം ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയും. ഉദാഹരണമായിട്ട് ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്, ഞാൻ ആ നോവൽ വായിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ഇനി ദീർഘകാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയെ കാണിക്കുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോമാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ദീർഘകാലമായി. ഇപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് in the school since 1975 to 1995. അപ്പോൾ സിൻസും ടൂവും വെച്ചിട്ട് പറയാൻ പറ്റും, ഫ്രമും ടൂവും വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ സിൻസ് വെച്ചിട്ട് നിശ്ചിതമായ കാലയളവിലും പറയാൻ പറ്റും. സിൻസ് 1975 ഫോർ ദ ലാസ്റ്റ് 30 years അങ്ങനെയും പറയാം. അപ്പോൾ 4 ടെൻസും പഠിച്ചു. 1 പതിവായി ചെയ്യുന്ന കാര്യത്തിന്, 2 ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്, 3 ഒരു ജോലി ചെയ്തു കഴിഞ്ഞു അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും തോന്നുന്നു, 4 പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING, അത് ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇങ്ങനെയാണ് ടെൻസ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിന് മാത്രമേ ഇപ്പോൾ പഠിച്ചുള്ളൂ. അത് 4 ടെൻസ് അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരുന്നതാണ്. മാത്രമല്ല വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു വാചകം എഴുതി തരാം നിങ്ങൾക്ക്. ഇവിടെ ഇതൊന്ന് നോക്കിക്കോളോ. ദ ടേം ടെൻസ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു ദ ഫോം ഓഫ് ദ വെർബ്. റെഫർ ടു ദ ഫോം ഓഫ് ദ വെർബ്. ദർ ആർ 3 tenses.
the present, the past, and the future. The present tense refers to an action done at the moment. The past tense refers to an action in the past. The future tense refers an action to be done hereafter. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലി, ഇതാണ് ഫ്യൂച്ചർ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ഇൻ്റർജെക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് മുകളിൽ എഴുതിയിട്ടുണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും നേരം നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ കേട്ടിരിക്കുന്നു കരുതുന്നു. ഈ ക്ലാസ്സുകൾ വേണ്ട പോലെ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേർന്നു നിർത്തുന്നു. നന്ദി.